ഹലോ നമസ്കാരം, എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാനിങ്ങനെ കുറേ കോമഡിയൻസ് ഉള്ളൊരു പരിപാടി കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് എടുത്തിട്ട് ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് മടിയുണ്ടെന്ന്. ഒറ്റ മനുഷ്യൻ കൈവക്കിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും മടിയില്ലേ? അപ്പോൾ ഒരു പുള്ളി ഇരുന്നുകൊണ്ട് പറഞ്ഞു, എടാ മോനെ, കൈ വെക്കാൻ മടിയാടാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കോമഡിയൻസും മടിയും തമ്മിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പരിപാടിയെ കോ മടി എന്ന് പറയുന്നത്. ഈ കോ മടി എന്ന് പറഞ്ഞ തമാശ ഞാൻ എഴുതി വെച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. പക്ഷെ പറയാൻ മടിയായതുകൊണ്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ തല്ലും കിട്ടും, അത് വേറെ കേസ്. എന്താണെങ്കിലും എനിക്ക് എത്ര ശതമാനം മടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ഈ പരിപാടിയുടെ കാര്യം ഇതിൻ്റെ കോർഡിനേറ്റർ 1 മാസം മുന്നേ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് എഴുതാൻ മടിയായത് കാരണം ഞാൻ എഴുതിയില്ല. അവസാനം ഇന്നലെ വൈകിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഇന്നലെ വൈകുന്നേരം ഞാൻ എഴുതാൻ തുടങ്ങി. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ രാവിലെ അന്നെടുത്ത് വായിച്ചു നോക്കി. അപ്പം തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റ് എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുകയും ചെയ്തു. കാരണം അത്രയ്ക്കും നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വന്ന വഴിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണ വഴി എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കണ്ടു. പുള്ളി അപ്പം തന്നെ ചോദിച്ചു, മോനെ ജോലിയൊന്നും ആയില്ലടാന്ന്. രാവിലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്തൊക്കെ വേണമെങ്കിലും ചോദിക്കാം. പുള്ളി തുടങ്ങണത് മോനെ ജോലിയൊന്നും ആയില്ലടാന്ന്. എൻ്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നമാണ് ഈ പുള്ളിക്ക്. ഈ പുള്ളിയുടെ ചോദ്യം കേട്ടാൽ തോന്നും ഈ ജോലി എന്ന് പറയണത് എനിക്ക് പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റലിൽ വന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കാതെ തിരിച്ചയച്ചു കൊടുത്താണ് സാധനമാണ്. പക്ഷെ എനിക്ക് ആപ്പാടുള്ള ആശ്വാസം എന്ന് പറയണത് എൻ്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ആവലാതിയാണ് ഈ അലവലാതിക്ക്. സോറി ഈ അമ്മാവന്. എന്താണെങ്കിലും ജോലി അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ജോലി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെനിക്ക് മനസ്സിലാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ കല്യാണം വിളിക്കാതെ? അപ്പോൾ അവൾ പറഞ്ഞു, എടാ എൻ്റെ പെട്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ പഴയ ലൈനുമായിട്ട് വല്ലോ ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ ചെറുക്കൻ കാണാൻ വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, മോളെ നിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ആളെ കെട്ടുള്ളൂ, നീ പറയണ ആളെ മാത്രം നമ്മൾ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛനത് പറയാനും കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിയാണെങ്കിൽ എൻ്റെ അത്രയും കളറില്ല, ഞങ്ങളെ അത്രയും സാമ്പത്തികമില്ല, ജാതിയിലാണെങ്കിലും ഞങ്ങളെക്കാളും താഴെയാന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടനും ഞാനോട് ഒരു 5 മിനിറ്റ് മാറി നിന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വൈബ് സെറ്റായി. ഞാൻ ചോദിച്ചു, അപ്പം ചേട്ടൻ എന്താ ജോലി? ചേട്ടന് ചെറിയൊരു സർക്കാർ ജോലിയാണ്. ഈ പെണ്ണാണ് 5 വർഷം ഒരു ആണ്ടൂടെ പ്രണയിച്ചു നടത്തിട്ട് കിട്ടാതെ വൈബാണ് ഒരു 5 മിനിറ്റ് ഒരു പയ്യൻ്റെ കൂടെ നടന്നപ്പോൾ കിട്ടിയത്. സർക്കാർ ജോലിയുടെ പവറേ. എന്തായാലും ഇതേപോലെ തന്നെ വൈബ് സെറ്റാക്കാൻ വേണ്ടി ഞാനും സർക്കാർ ജോലിക്ക് വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി 2 വഴിയാണുള്ളത്. ഒന്നുകിൽ PSC എഴുതണം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ചേരണം. അപ്പോൾ PSC എഴുതി കിട്ടണ ജോലിയും ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന ഫോട്ടോയും ഏകദേശം ഒരേപോലെയാണ്. രണ്ടും കിട്ടാൻ ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പല കമ്പനീസിനും ഇങ്ങനെ എൻ്റെ റെസ്യൂമേ അയച്ചു കൊടുത്തു. എല്ലാ കമ്പനീസും ഇതേപോലെ തന്നെ എന്നെ റിജക്റ്റ് ചെയ്തു, മൈൻഡ് ചെയ്യുന്നില്ല. ഒറ്റ കമ്പനി എന്നെ മൈൻഡ് ചെയ്യണം, ഇത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ പോലെ തന്നെ. എന്താണെങ്കിലും ഞാനിങ്ങനെ അവസാനം ഒരു കമ്പനി എന്നെ സെലക്ട് ചെയ്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ, നിങ്ങളെ എവിടെയാണ് കാണുന്നത്, നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും കാണാൻ പോകുന്നത്, നിങ്ങൾ എന്തായിട്ടാണ് കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നാളെ എന്താവുന്ന പോലെ അറിയാൻ പാടില്ലാത്ത എന്നോടാണ് ഇവർ ചോദ്യം ചെയ്യണത്. പക്ഷെ ഞാൻ ഒറ്റ തള്ളായിരുന്നു. ഞാൻ തള്ളി അവസാനം എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ ഇതിൻ്റെ MD എന്നോട് പറഞ്ഞു, മോനെ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം നിങ്ങൾ. പിന്നെയാണ് എനിക്ക് ഈ ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അപകടം മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും 9 to 5 വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഓവർ ടൈം വർക്ക് ചെയ്യണേനെയാണ് ഇവർ ഈ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വളവെന്നാണ്. ഞാൻ ഈ ഓവർ ടൈം ചെയ്ത് വളഞ്ഞ് അവസാനം ഒടിയാറായപ്പോൾ ഞാൻ MD ചോദിച്ചു, സാർ ഇന്ന് ഞാൻ രാവിലെ നേരത്തെ വന്നതാണ്, അപ്പോൾ ഞാനിപ്പോൾ രാത്രി 10 മണിയായി, അപ്പോൾ നാളെ രാവിലെ അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചപ്പോൾ MD പറഞ്ഞു, ഓ ശരിയാണ്, ഇന്നിപ്പോൾ രാത്രി ഇത്രയും വൈകില്ലേ, അപ്പോൾ ഒരു പണി നാളെ രാവിലെ നേരത്തെ പോരെ. അപ്പോൾ പിന്നെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, നല്ല എക്സ്പീരിയൻസ് വേണം. പക്ഷെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി ആദ്യം കിട്ടണ്ടേ? അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. എന്താണെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവരുടെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ബസ് ഇറങ്ങി അടുത്തുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, ചേട്ടാ ഈ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മനുഷ്യന് അറിയാൻ പാടില്ല. 3 പേരോട് ചോദിച്ചു, ഒരു മനുഷ്യനും ഈ ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരു സുഖി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു, അറിയാമെന്ന് ചോദിച്ചു. പുള്ളി അതിൻ്റെ കറക്റ്റ് ഓഫീസും ഫ്ലോറും ആളുടെ ഫോൺ നമ്പർ വരെ എനിക്ക് പറഞ്ഞു തന്നു. ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലാവണേ പുള്ളി ആ കമ്പനിയിൽ 2 വർഷമായി വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുള്ളിനൊന്ന് ചെറുതായിട്ടൊന്ന് പുച്ഛിച്ചു. കാരണം 2 വർഷമായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, ആ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഇതിനിങ്ങനെ സൈഡായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള രീതിയിൽ
എന്ന് പുള്ളിനോട് പൂജിച്ചു. എന്നിട്ട് ഞാൻ ആ കമ്പനി ചെന്നിട്ട് അവിടെ കിട്ടാൻ പോണ സാലറി എത്താന്ന് മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഈ പുള്ളിയുടെ അടുത്ത് ജൂനിയറായിട്ട് വർക്ക് ചെയ്തു, ഈ സ്വിഗ്ഗിയിൽ തന്നെ. ഇവിടെ ശമ്പളം കുറവാണെങ്കിലും ജോലിയുടെ കാര്യം ഭയങ്കര സുഖമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വന്നാൽ മാത്രമാണ് ഇവിടെ വർക്ക്, ജീവനക്കാർക്ക് വർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ പ്രാർത്ഥിക്കാം, ഈശ്വര വർക്കൊന്നും വരല്ലേ എന്ന്. അങ്ങനത്തെ ഒരു കമ്പനിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ശമ്പളം കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജോലിക്കും അങ്ങനെയാണ്, ശമ്പളം തീരെ കുറവാണ്. അതുകൊണ്ടാണ് എല്ലാവരും നാട് വിട്ട് പോകാൻ ശ്രമിക്കണേ. ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, വലുതാകുമ്പോൾ നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. ഇപ്പോൾ ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷോട്ടായെന്നായി. ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ ശ്രമം. ഈ സ്റ്റാൻഡപ്പ് കോമഡിയാണ് എൻ്റെ അവസാനത്തെ ശ്രമം. ഇതിന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിക്കവാറും നാട് വിടേണ്ടി വരും. കണ്ടിട്ട് മിക്കവാറും ഇപ്പം തന്നെ പോകേണ്ടേയും വരും. താങ്ക് യു.